പുണ്യം തേടിയുള്ള യാത്രകളും തീർത്ഥാടന യാത്രകളും പ്രപഞ്ചാത്ഭുതങ്ങൾ കാണാനും നാഥനായ അള്ളാഹുവിന്റെ കഴിവുകളും പ്രപഞ്ചത്തിൽ നടന്നുപോയ തിക്താനുഭവങ്ങളുടെ പരിണിത ഫലവും എന്തായിരുന്നു എന്ന് ചിന്തിപ്പിക്കുന്ന യാത്രകളും വലിയ പ്രാധാന്യത്തോടെയാണ് വിശുദ്ധ ഇസ്ലാം കാണുന്നത്. ചരിത്രമുറങ്ങുന്ന ധാരാളം മണ്ണുകൾ ലോകത്തുണ്ട്. ജോർദാൻ, ഫലസ്തീൻ, ഇസ്രയേൽ, ഈജിപ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങൾ ചരിത്രങ്ങളും സ്മാരകങ്ങളും ചരിത്ര വ്യക്തിത്വങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഭൂമിയാണ്. അതിലൂടെയുള്ള യാത്ര ഹൃദ്യമാണ്, അതിലുപരി ചിന്തോദ്ദീപകവുമാണ്. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله. അസ്ഹാബുൽ കഹ്ഫ് അഥവാ ഗുഹാവാസികൾ. ഒയൂനു മൂസ നബിയുടെ അരുവി. പെട്ര നഗരം. മൗണ്ട് നെബോ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ താഴ്വര. ജറാഷ് പട്ടണം. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ യാക്കൂബ് നബിക്ക് ഹിബ്രു ഭാഷയിൽ ഉപയോഗിച്ച നാമമാണ് ഇസ്രയേൽ. സൈത്തൂൻ മല. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയിൽ മനോഹരമായ ദൃശ്യമാണ് സൈത്തൂൻ മല. ബുറാഖ് മസ്ജിദ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ബഹുമാന്യനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഖബർ. വിലാപ മതിൽ. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറം ഭാഗത്തുള്ള ഒരു മതിലാണിത്. മസ്ജിദ് ഉമർ. ചാവുകടൽ. ഇസ്ലാമിക ചരിത്രങ്ങളുടെ സംഗമസ്ഥാനമായി അറിയപ്പെടുന്ന സംസ്കാരങ്ങളുടെ വിളനിലമാണ് ഈജിപ്റ്റ് എന്ന പ്രദേശം. സീനായി താഴ്വര.
യാത്രാ പഠനം ചരിത്രം പഠിക്കാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ പറയുന്നു. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ മാ നുസബ്ബിതു ബിഹി ഫുആദക വജാഅക മിനൽ ഹഖ് വമൗഇളതൻ വദിക്റാ ലിൽ മുഅ്മിനീൻ. لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم